ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഒരു വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. കാര്യം നമ്മുടെ നാട്ടിലിപ്പോൾ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ഷൻ നമ്മൾ മാധ്യമങ്ങളിലും മറ്റും നമ്മൾ കാണുന്നുണ്ട്. സ്ഥാനം കൊടുക്കാത്തതിന് പല വ്യക്തികളും അടുത്ത പാർട്ടിയിൽ ചാടിപ്പിടിക്കുക. അത് നമ്മൾ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇവർ തന്നെ അടുത്ത പാർട്ടിയിലേക്ക് പോകുന്ന കാര്യം എന്ന് വെച്ചാൽ അവർക്ക് അധികാരം വേണം. അവർ നാട്ടിൻ്റെ സേവനമല്ല നോക്കുന്നത്. കാര്യം അവർ നോക്കുന്നത് അവരുടെ കാര്യം, അവരുടെ പോക്കറ്റ് വീർക്കുക എന്നാണ് അവർ വിചാരിക്കുന്നത്. സേവനമല്ല, ജനങ്ങളുടെ ഇതല്ല അവർ ചെയ്യുന്നത്. അവർ അധികാരമോഹികളാണ്. കാര്യം അവർക്ക് സ്ഥാനം. ഇപ്പോൾ ഒരു പാർട്ടിയിൽ നിന്നിട്ട് എല്ലാവർക്കും നമുക്ക് സ്ഥാനം കൊടുക്കാൻ പറ്റത്തില്ല. അത് വിശ്വാസമാണ് നമ്മളെ പേര്. ആ പാർട്ടി നമ്മൾ സ്ഥാനമില്ലെങ്കിൽ അവർ മാറി നിൽക്കണം. അടുത്ത പാർട്ടിയിലോട്ട് പോയി അവർ വേറെ സ്ഥാനം പിടിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ വ്യക്തികളെ ഒറ്റപ്പെടുത്തണം. കേരള ജനങ്ങൾ മണ്ടന്മാരല്ല, ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കാര്യം കേരള ജനങ്ങളിൽ വിദ്യാഭ്യാസമുള്ളവരാണ്, മറ്റുള്ള സംസ്ഥാനം പോലെയല്ല ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തികളെയും ജയിപ്പിക്കരുത്. കാര്യം ഒരു പാർട്ടിയിൽ പോയിട്ട് അടുത്ത പാർട്ടിയിലേക്ക് വരുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. കാര്യം അത് ശരിയായൊരു കാര്യമല്ല. കാര്യം എന്ന് വെച്ചാൽ അത് ഒരു പാർട്ടിക്കാരും അവരെ അടുപ്പിക്കരുത്. കാര്യം ഇവർ ഈ പാർട്ടിയിലോട്ട് വന്നാൽ അവർ വീണ്ടും ചാടും. അവർ അധികാരമോഹികളാണ്. അപ്പോൾ ആ ഒരു നിലയിൽ ഞാൻ ഈ വീഡിയോ ഇടേണ്ട കാര്യം എന്ന് വെച്ചാൽ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. കാര്യം അവരുടെ സ്വന്തം കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത്. കാര്യം ജനങ്ങളുടെ സേവനമല്ല. അവർക്ക് സ്ഥാനം വേണം, ഈ സമൂഹത്തെ അവർ വലിയ ആളായിട്ട് നടക്കണം. ഈ പാവങ്ങളുടെ കാര്യങ്ങളല്ല ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു പാർട്ടിയിലും അടുപ്പിക്കുകയും ചെയ്തത് ഇവരെ തോൽപ്പിക്കുകയും ചെയ്യണം. അതാണ് ജനങ്ങൾ ചെയ്യേണ്ടത്. കാര്യം ഈ വീഡിയോ ഞാൻ അത്യാവശ്യമായിട്ട് ഇടുന്ന കാര്യമാണ്. നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. കാര്യം സീറ്റ് കൊടുക്കാത്തതിന് പല വ്യക്തികളും തമ്മിലടിക്കുക, പാർട്ടി വിടുക. അത് ശരിയായൊരു കാര്യമില്ല. അപ്പോൾ ഈ ജനങ്ങളെ നമ്മളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം കേരള ജനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പിന്നെയും പറയുന്നുണ്ട്, അവർ നല്ല വിദ്യാഭ്യാസങ്ങളാണ്. മറ്റുള്ള സംസ്ഥാനം പോലെയല്ല. കേരളം എന്ന് വെച്ചാൽ കേരളമാണ്. കേരളത്തിലെ ജനങ്ങളത് പഠിപ്പിക്കും. അത് ഇവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അല്ലാതെ ആരും ഉടായ്പും നടക്കില്ല. അത് ജനങ്ങൾ ചിന്തിച്ച് തന്നെ വോട്ട് ചെയ്യുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. കാര്യം ഈ വീഡിയോ ഞാൻ ആരും തെറ്റല്ല പറയുന്നത്. കാര്യം നമ്മൾ കാണുന്നു, ഒരു പാർട്ടിയിൽ നിന്നിട്ട് അടുത്ത പാർട്ടിയിലോട്ട് പോകുന്നു. അവർക്ക് വേണ്ടത് സ്ഥാനങ്ങളാണ്, അല്ല അവർ ജനങ്ങളുടെ സേവനമല്ല നോക്കുന്നത്. കാര്യം അവർക്ക് പ്രസിദ്ധമാവണം, അവർക്ക് വലിയ ആളാവണം. അതാണ് ഒരു പാർട്ടിയിൽ നിന്നിട്ട് അടുത്ത പാർട്ടിയിലേക്ക് പോവുക, അവർക്ക് അവിടെ സ്ഥാനങ്ങൾ നേടുക. ഇതൊക്കെയാണ് ഈ നമ്മൾ കാണുന്ന മാധ്യമങ്ങളിൽ കാണുന്ന ഒരു കാര്യമാണ്. അവരെ പോലത്തെ ഒറ്റപ്പെടുത്തുക, അവരെ തോൽപ്പിക്കുക. ഏത് പാർട്ടിയിൽ പോയാലും അവരെ തോൽപ്പിക്കുക. അങ്ങനെയുള്ളവർ ഞാൻ എല്ലാ പാർട്ടിയുടെ പറയുന്നു. അങ്ങനെയുള്ളവർ ചാടിച്ചാടി കളിക്കുന്ന, പല വെള്ളത്തിലും ചാടുന്നവരെ ഒരിക്കലും നിങ്ങളൊരു പാർട്ടിയിൽ എടുക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് ആരെയും വ്യക്തിവൈരാഗ്യമില്ല. നമ്മൾ കണ്ടതുകൊണ്ടൊരു കാഴ്ചയിൽ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഈ വീഡിയോ ഇട്ട കാര്യങ്ങൾ അതാണ്. ഇപ്പോൾ ഇലക്ഷൻ ടൈമാണ്. എല്ലാവരും ഒരു പ്രശ്നമില്ലാതെ നല്ലതിൽ വോട്ടിംഗ് നടക്കട്ടെ. കേരള ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, അവർ കാണുന്നുണ്ട് ആരാണ് അധികാരത്തിൽ വരേണ്ടത്. അത് കേരള ജനങ്ങളാണ് വിചാരിക്കുന്നത്. അല്ലാതെ ഒരു പാർട്ടിക്കാർ വിചാരിച്ചാലും നടക്കില്ല. കേരള ജനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ള സംസ്ഥാനം പോലെയല്ല. അവർക്കെല്ലാം അറിയാം. അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നന്മയും തിന്മയും എല്ലാം അവർക്ക് അറിയുന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇട്ടാൽ ഈ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഞാൻ ഈ ചാനലിൽ കണ്ട ഒരു വാക്കാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരും പാട്ടുകൂടി ഞാൻ പാടിത്തരാം. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം, മഞ്ഞു തുള്ളി തഴുകിയുണർത്തി മധുരഹേമന്തം, പ്രിയയോ കാമശിലയോ എൻ സുഖ സ്വപ്നവാസന്തമോ, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. ഓക്കെ, ഷോർട്ട് ട്രാക്ക്. ഇനിയും നമുക്ക് കാണാം. എന്നും നിങ്ങളെ സ്വന്തം. ഹായ്.